എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരൂർ ദിനേശാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. ഓരോ മനുഷ്യനും മാനവരാശിക്ക് മുഴുവൻ തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനാവാതെ മരണത്തിൽ അഭയം കണ്ടെത്തുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. പഴയ കാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ വർത്തമാന കാലത്ത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന, ഇത്തരത്തിൽ അവിവേകം പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാൽ വളരെ നമ്മുടെ സ്ഥിരകളെ തന്നെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക, വായിക്കാൻ സാധിക്കുക. ഗ്രഹണബാധ്യതയിലൂടെ കടബാധ്യത താങ്ങാനാവാതെ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലി കിട്ടാതെ ആളുകൾ വിഷമിച്ച് മരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാം മരണത്തിലേക്കാണ് അഭയം കണ്ടെത്തുന്നത്. ഇനി അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന, അവർ പുറത്ത് പറയാനാവാത്ത അവസ്ഥകൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ എന്ന് അന്വേഷിച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതെന്തൊക്കെയാണ്? ജോലിയില്ലായ്മ. പലർക്കും ഇപ്പോൾ ജോലിയില്ലാതെ, തൊഴിലില്ലാതെ വിഷമിച്ച് നടക്കുന്ന ആളുകൾ, കടബാധ്യത, ധാരാളം കടബാധ്യതകൾ വന്ന ആളുകൾ, ദാമ്പത്യ വിജയം വരാതെ ദാമ്പത്യ പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, കുടുംബ കലഹങ്ങൾ, അതുപോലെ തന്നെ സന്താന ലബ്ധിയില്ലാതെ, വിവാഹം കഴിഞ്ഞിട്ടും സന്താന ലബ്ധിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ, മനോവിഷമം അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരു വിവിധ തരത്തിലുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഓരോ മനുഷ്യരിലേക്ക്, ഓരോരുത്തരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക്, സ്വകാര്യതകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർ നമ്മളോട് പറയുന്നതാണ്. ഇതിനെല്ലാം എന്താണ് ഒരു പരിഹാരം? അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുത, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല ജീവിക്കുന്നത്, നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. ഭാരതത്തിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് വേദം. വേദം ഒരു ശാസ്ത്രമാണ്. ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കാവുന്നതാണ്. അവന്റെ വ്യക്തിത്വ വികസനത്തിന് നിതാന്തമായി രചനകളാണ് വേദങ്ങൾ. അപ്പൊ ഈ വേദങ്ങൾ എല്ലാറ്റിനും ഒരു പരിഹാരമാണ്. വേദത്തിൽ ഇല്ലാത്തതൊന്നും മറ്റൊരു ഗ്രന്ഥങ്ങളിലുമില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ വേദം പഠിക്കണം, വേദം ആചരിക്കണം. അപ്പൊ ഇതിനെന്താ ഒരു മാർഗം? ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന സമയത്ത്, നമ്മൾ വേദനിച്ച് നടക്കുന്ന സമയത്ത് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നമുക്ക് വേദം പഠിക്കാൻ എവിടെ സമയം? മാത്രമല്ല, ജോലിയൊക്കെ ഉള്ള ആളുകൾ, അവർക്കും ഇതുപോലെ തന്നെ വേദം പഠിക്കണമെന്നുണ്ട്. വേദം പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ 2-3 ഘട്ടങ്ങളിലുള്ള, 2-3 തലങ്ങളിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം വേദം പറഞ്ഞു കൊടുക്കുക, വേദത്തിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക, അവന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റാൻ വേദസൂക്തങ്ങളിൽ പരിഹാര മാർഗമുണ്ട്. ഇത് നമ്മളോട് ആദ്യം വിളിച്ചു പറഞ്ഞത്, പ്രഖ്യാപിച്ചത് കോഴിക്കോട് കാശവാശ്രമത്തിന്റെ കുലപതി ആചാര്യ ശ്രീ എം.ആർ. രാജേഷാണ്. നമുക്കെല്ലാവരും അറിയാം. കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ പഠിതാക്കളായ ആളുകൾ, അദ്ദേഹത്തിൽ നിന്നും വേദം പഠിച്ച് വേദം ആചരിച്ചു കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഗുരുവായി വരിക്കാം. അദ്ദേഹത്തെ ഗുരുവായി വരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ നമുക്ക് പോകണം. പക്ഷെ നമ്മൾ ഈ തിരക്കിനിടയിൽ നമുക്ക് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതേസമയം നമ്മൾ യൂട്യൂബും ഒക്കെ നോക്കിയിരിക്കുന്ന കുറേ സമയം, ദിവസേന കുറച്ച് സമയമെങ്കിലും നമ്മൾ മൊബൈലിൽ യൂട്യൂബോ മറ്റോ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ കുറച്ച് സമയം നമുക്ക് അതിന് ഒരു വേദി കിട്ടുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് അത് പ്രയോജനപ്പെടില്ലേ? തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പൊ അങ്ങനെ ഒരു ജനങ്ങളിലേക്ക് വേദം എത്തിക്കുക, വേദമന്ത്രങ്ങൾ എത്തിക്കുക, വേദം ആചരിക്കാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, അങ്ങനെ സാധാരണത്തിൽ നിന്നും അവന്റെ ദുഃഖത്തിൽ നിന്നും അവനെ മോചിപ്പിച്ചെടുക്കുന്ന ഒരു പദ്ധതിക്ക് ആചാര്യ ശ്രീ എം.ആർ. രാജേഷ് അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്. അതാണ് വേദപുഷ്പം യൂട്യൂബ് സീരീസ്. വേദപുഷ്പം എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിട്ടുള്ളത്.
അപ്പോൾ അത് എന്തുകൊണ്ടും കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. ആചാര്യ ശ്രീ M.R. രാജേഷ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വേദപുഷ്പം യൂട്യൂബ് സീരീസ് നിങ്ങളെല്ലാവരും കാണുക. വേദം ഗ്രഹിച്ച് വേദം ആചരിച്ച് അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതിന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ആചാര്യ ശ്രീ M.R. രാജേഷ് ജി അദ്ദേഹം വിഭാവനം ചെയ്ത വേദപുഷ്പം യൂട്യൂബ് സീരീസ് പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം.